അമ്മയായിട്ടുള്ള കുക്കിംഗ് പാർട്ട് 3യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ അമ്മയുടെ പോയിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ ഒരു ബിസ്ക്കറ്റും ചായയായിരുന്നു നമുക്ക് ഫസ്റ്റ് പോയപ്പോൾ കിട്ടിയത്. നമ്മുടെ കുഞ്ഞു വാവ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ആളെ ആദ്യമായിട്ടാണ് കാണുന്നത്. ആൾ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ, പറഞ്ഞതുപോലെ. അപ്പോൾ ഇതായിരുന്നു ബിസ്ക്കറ്റ് കഴിച്ചതിന് ശേഷം നേരെ നമ്മൾ പരിപാടിയിലേക്ക് കിടക്കാൻ പോവുകയാണ്. ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബഡ്ഡൂരയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ബഡ്ഡൂരയ്ക്ക് നമ്മൾ പൊട്ടറ്റോ മസാലയാണ് ചേർക്കുന്നത്, കറിയായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിനുള്ള മൈദാ മാവാണ് വേണ്ടത്. പക്ഷെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ആട്ടമാവ് എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം നല്ല ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടി റവ മാവും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് ജസ്റ്റ് കൈ കൊണ്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ ആദ്യം വെള്ളം ഒഴിക്കാണ്ടെടുക്കുക. പിന്നെ നമ്മൾ കുറച്ച് മൈദാ മാവും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് നല്ല രീതിക്ക് കുഴച്ചെടുക്കണം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പൂരിക്കോ അല്ലെങ്കിൽ പെറോട്ടയ്ക്കോ ഒക്കെ വേണ്ടി നമ്മൾ മാവ് കുഴക്കത്തില്ലേ, നമുക്ക് ചെറുതായിട്ട് കയ്യിൽ ഇങ്ങനെ ഒട്ടുന്ന രീതിക്ക് നമ്മൾ എന്ത് ചെയ്യാം, മാവ് കുഴച്ച് ഇതുപോലെ വെക്കുക. എന്നിട്ട് നല്ല സൺഫ്ലവർ ഓയിൽ നല്ല രീതിക്ക് എന്താ പറയുക ഒഴിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ വയ്ക്കണം. അടച്ച് സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിനുള്ള ഇനി പൊട്ടറ്റോ മസാലയ്ക്ക് വേണ്ടി പൊട്ടറ്റോ എടുക്കുക. അതിൽ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഗരം മസാല, ഈ 3 പൊടികളും ചേർത്ത് നല്ല രീതിക്ക് എന്ത് ചെയ്യുക, കുഴച്ചെടുക്കണം. അപ്പോൾ നല്ല ഇങ്ങനെ കുഴച്ച് മാറ്റി വയ്ക്കുക കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇടുക. എന്നിട്ട് കുഴച്ച് മാറ്റി വയ്ക്കുക. അപ്പം അതൊന്ന് പിടിക്കും, നമ്മളുടെ പൊട്ടറ്റയിൽ പിടിക്കും. എന്നിട്ട് നമുക്കിത് എന്ത് ചെയ്യണം, എണ്ണയിലിട്ട് കുറച്ച് നേരം മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ഇത് എണ്ണയിലിട്ട് പൊരിക്കാനായിട്ട്. നല്ല രീതിക്ക് എണ്ണയിലിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ പൊരിച്ചെടുക്കണം. പൊരിച്ചെടുക്കുമ്പോൾ നല്ല മണമാണ്, അവിടെ നിൽക്കുമ്പം ഒരു നല്ല മണമുണ്ട്, നമുക്ക് കഴിക്കാനൊക്കെ തോന്നും. എന്നിട്ട് ഇതെടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, മാറ്റി വെക്കണം. കാരണം ഈ ഒരു എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് അതിൻ്റെ മസാലയ്ക്കുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെറിയതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് പിന്നെ ഉള്ളിയും ചേർത്ത് കുറേ നേരം നല്ല രീതിക്ക് എന്താ വയന്ന് വരുന്നത് വരെ വെക്കണം കേട്ടോ. കാരണം നല്ല രീതിക്ക് വെന്താൽ മാത്രമേ നമ്മൾ പൊട്ടറ്റോ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് നല്ല വെളിച്ചെണ്ണ, നല്ല മണമൊക്കെയാണ് കേട്ടോ, നല്ല വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കരിവേപ്പിലയൊക്കെ ചേർത്ത് വീണ്ടും ഒന്നും കൂടെ ഒന്ന് കിണ്ടുമ്പോഴത്തേക്കും നമ്മുടെ തക്കാളിക്കയും പച്ചമുളകും ഒക്കെ കൂടി ചേർത്ത് വീണ്ടും ഒന്നും കൂടെ എന്ത് ചെയ്യുക, നല്ല ഇളക്കിയെടുക്കുക. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ടീച്ചർ ഉണ്ടാക്കുന്നത് നോക്കി എല്ലാവരും ഇങ്ങനെ വളഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. അതിന് ശേഷം നമുക്ക് എന്താ പറയാം, മഞ്ഞൾപ്പൊടി, നമുക്ക് മസാലകൾ ചേർക്കണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഗരം മസാല പൊടികൾ, പിന്നെ നമ്മൾ മല്ലിപ്പൊടി ചേർക്കുക. മല്ലിപ്പൊടി കുറച്ചും കൂടെ ചേർക്കണം കേട്ടോ. ചേർത്തിട്ട് നമുക്ക് ആവശ്യത്തിന് നമ്മളിവിടെ ഗ്രാമ്പൂവും പട്ടയും ഏലക്കയും കൂടെ നല്ല ഫൈനായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് വീണ്ടും ഒന്നും കൂടെ എന്ത് ചെയ്യുക, ഇളക്കിയെടുക്കുക. അപ്പം ഈ ഒരു പരുവത്തിന് കിട്ടും. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ വലിയ ചട്ടിയിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു പരുവം കിട്ടിയത്. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. പൊട്ടറ്റോയുടെ മസാല എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമ്മൾ പൊട്ടറ്റോയും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ല രീതിക്ക് ഒന്ന് ഇളക്കി നല്ല ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ സാധനം റെഡിയായി. ആ ഇടയ്ക്കാണ് നമ്മൾ കുഞ്ഞു ഷെഫിന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുകയായിരുന്നു. കുഞ്ഞു ഷെഫ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആൾ നല്ല നമ്മളെപ്പോലെ എന്താ പറയുക, ആളും കുക്കിങ്ങൊക്കെ കണ്ടും ടേസ്റ്റ് ചെയ്തൊക്കെ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. കൊള്ളാം, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്, അടുത്ത് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ ആളുണ്ടായിരുന്നു അവിടെ. അതിനുശേഷം നമ്മൾ പൊട്ടറ്റോ ഈ ഒരു ലെവലിലെത്തുമ്പോൾ നമ്മൾ സാധനം റെഡിയായി. അതിനുശേഷം നമ്മൾ അവസാനം മാത്രമേ മല്ലിച്ചപ്പും പിന്നെ എന്താ പറയുക കരിവേപ്പില ഇടത്തുള്ളൂ. അപ്പം നല്ല മണമായിരിക്കും. അതൊരു ഇട്ടപ്പോൾ ഒരു മണം ഉണ്ടല്ലോ ഗൈസ്. അപ്പോൾ നമ്മൾ സാധനം റെഡിയായി, അതെടുത്ത് മാറ്റി വെച്ചു. അടുത്തിനി നമ്മുടെ ബട്ടൂരയ്ക്കുള്ള മാവ് കുഴയ്ക്കുന്നതാണ്. നമ്മുടെ ചപ്പാത്തിക്കോ പൂരിക്കോ ഒക്കെ ഉണ്ടാക്കത്തില്ലേ, ആ ഒരു രീതിക്ക്. ഇതിനി അടുത്ത് വീണ്ടും ഒരു സംഭവം ഉണ്ടാക്കുന്നുണ്ട്. അതിനുവേണ്ടി എല്ലാവരും ഇങ്ങനെ വെജിറ്റബിൾസ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി നമുക്ക് ബട്ടൂരയ്ക്കുള്ള മാവ് കുഴയ്ക്കണം. നമ്മളെ ചപ്പാത്തിക്കോ അല്ലെങ്കിൽ പൂരിക്കോ നമ്മളിങ്ങനെ ഇങ്ങനെ ചേത്തില്ലേ, അതുപോലെ എടുത്തിട്ട് നമ്മൾ എണ്ണയിൽ ഇട്ട് കൊടുക്കുക. ആദ്യം നോക്കിയപ്പോൾ നമ്മൾ കുഞ്ഞ് പാനിലാണ് ചെയ്തത് കേട്ടോ. അപ്പം വലുതായിട്ട് എന്ന് വെച്ചാൽ നല്ല ബട്ടൂര എന്ന് പറയുമ്പോൾ നല്ല റൗണ്ടിന് നമ്മുടെ ചപ്പാത്തിയേക്കാളും അല്ലെങ്കിൽ ഒരു പ്ലേറ്റിൻ്റെ അത്ര വലിപ്പമുള്ള സാധനമാണ്. സോ നമ്മൾ എന്ത് ചെയ്തു നോക്കിയപ്പം നമ്മുടെ കുഞ്ഞു ചട്ടിയിൽ ശരിയാവത്തുണ്ട്. പിന്നെ നമ്മൾ വലിയ ചട്ടിയിലോട്ട് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആൻറ്റി നല്ല രീതിക്ക് ഇങ്ങനെ കുഴച്ചും എല്ലാവരും നല്ല ജോലി തിരക്കിലായിരുന്നു. ഞാനിങ്ങനെ വീഡിയോ എടുത്ത് നടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഒരു രസമായിരുന്നു കേട്ടോ. ഇന്നത്തെ ക്ലാസ് എല്ലാം നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ ബട്ടൂര് ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം. കഴിച്ചിട്ടില്ലാത്തവർ കണ്ടല്ലോ റെസിപ്പി. വളരെ സിമ്പിളും
നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ചപ്പാത്തിയും പൂരിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ഭട്ടൂരയുടെ യഥാർത്ഥ സൈസ് ഇതാണ്. നമ്മൾ ഒരെണ്ണം പരീക്ഷിച്ച് നോക്കി, ബാക്കിയെല്ലാം നമ്മളൊരു മീഡിയം സൈസിലാണ് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഇതാണ് നമ്മളെ ഭട്ടൂരയുടെ സൈസ്. നോക്കിയപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഇത്തിരി പാടുണ്ടായിരുന്നു. എന്നാലും ഓക്കെ, കുഴപ്പമില്ല ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന സാധനമാണ് കേട്ടോ. അപ്പം വീട്ടിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ ഇതാ എല്ലാവരും അവരവരുടെ ജോലിയിൽ തിരക്കിലാണ്. കാരണം ഒന്നും രണ്ടും അല്ല, ഒരുപാട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളെ ഭട്ടൂര റെഡിയായി, നമ്മുടെ എന്താ പറയുക പൊട്ടറ്റോ മസാല റെഡിയായി. നമ്മളിനി പ്ലേറ്റ് വെച്ച് വാങ്ങിക്കുവാണ് എല്ലാവരും. നല്ല മണവും ഒരു പ്രത്യേക, നമുക്ക് നമ്മൾ പെട്ടെന്നൊന്നും കഴിക്കാത്ത ടൈപ്പ് ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. സൂപ്പറായിരുന്നു കേട്ടോ, ചുമ്മാ പറയണല്ല, നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ കഴിക്കണ കാണുമ്പം. പിന്നെ ഇത് കൂടുതലും മൈദയിലാണ് ഉണ്ടാക്കേണ്ടത്, നമ്മളിപ്പം ഗോതമ്പിലാണ്. അതുകൊണ്ട് ചെറിയൊരു ഭൂരിയുടെ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. അപ്പം മാക്സിമം ടേസ്റ്റും അതിനൊക്കെ ആണെങ്കിൽ നിങ്ങൾ മൈദ എടുക്കുക. പിന്നെ ഇവർക്ക് നോട്ട് എഴുതൽ സെക്ഷനായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ മുട്ട സുർക്കാണ് ഇനി ഒരു പലഹാരം പോലെ ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഉള്ളി, പച്ചമുളക്, മല്ലിച്ചപ്പ്, കരിവേപ്പില, പിന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, പിന്നെ 3 മുട്ട, പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മാവും തേങ്ങയും എടുക്കണം. നമുക്ക് തേങ്ങ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. കാരണം കൂടിപ്പോയാൽ നമ്മുടെ സാധനം നമ്മൾ ഉണ്ണിയപ്പ ചട്ടിയിൽ ഇടുമ്പം ഇങ്ങനെ വെടിച്ചു പോവും. അപ്പോൾ ആവശ്യത്തിന് മാത്രം ഇടുക. പിന്നെ നമ്മുടെ അരിപ്പൊടിയാണ് ഇടുന്നത്. അരിപ്പൊടി ആവശ്യത്തിന് ഇടുക. അത് കഴിഞ്ഞ് കുറച്ച് ജീരകവും കൂടെ ഇട്ട്, പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് ഒന്ന് ജസ്റ്റായിട്ട് ഇളക്കിയിട്ട് വെള്ളവും കൂടെ ചേർത്തൊന്ന് ലൂസാക്കി കൊടുക്കുക. അപ്പോഴത്തേക്കും എന്താണ്ട് നമ്മുടെ കുട്ടി ഷെഫ് തൊപ്പിയൊക്കെ വെച്ച് അവിടെ നിൽപ്പുണ്ടായിരുന്നു കാണാനായിട്ട്. ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം മാവ് കുഴച്ചെടുക്കാനായിട്ട്. അതിനുശേഷം നമ്മുടെ ഉണ്ണിയപ്പ ചട്ടി എടുക്കുക, മാവ് വയ്ക്കുക, എണ്ണ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക, നമ്മുടെ സാധനം ഇട്ട് കൊടുക്കുക. ദാണ്ടേ 5 മിനിറ്റിനുള്ളിൽ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നവരാണ്. ഇപ്പോൾ നമ്മൾ കുട്ടികൾ സ്കൂളിൽ നിന്ന് പോയിട്ട് വന്ന ചായക്കായാലും, പിന്നെ നമ്മുടെ ഗസ്റ്റുകൾ വരുമ്പോഴായാലും, പെട്ടെന്ന് അവർക്ക് എന്തെങ്കിലും ഒന്നുമില്ലെങ്കിലും നമ്മളെ വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളും 2-3 മുട്ടയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ല 1 മുട്ടയായാലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഞാനും ട്രൈ ചെയ്തു കേട്ടോ. അവസാനം കുറച്ച് മാവിരുന്നത് പാവം ഒരു ആൻറ്റി പറഞ്ഞ് അത് അവർക്ക് ട്രൈ ചെയ്യാൻ കൊടുക്കുക എന്ന് പറഞ്ഞ്. കാരണം ഞാൻ പറയുന്നുണ്ടായിരുന്നു എനിക്ക് ട്രൈ ചെയ്യണമെന്ന്. അങ്ങനെ ഒരു ആൻറ്റി അവൾ അവസാനത്തെ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് എനിക്ക് പൂര മാവെടുത്ത് തന്നതാണ്. അപ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം വളരെ സിമ്പിളായിട്ടും ഹമ്പിളായിട്ടും ഉണ്ടാക്കിയെടുക്കുന്ന മുട്ട സുർക്ക് ഇതാണ്. ചൂടോടെ കഴിക്കണം, നല്ല സ്പോഞ്ച് പോലെ ഇരിക്കും, നല്ല ടേസ്റ്റുമാണ്. ഞാൻ വലുതായിട്ട് ഇതിൻ്റെ ഒരാളല്ലാത്തതുകൊണ്ടാണ്, പക്ഷെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പം ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിൾ പക്കോടയാണ്. അതിന് നമ്മൾ ഉള്ളി എടുക്കുക, നമ്മുടെ ക്യാബേജ്, ക്യാരറ്റ്, പിന്നെ നമ്മൾ കുറച്ചായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ മല്ലിച്ചപ്പും കുനുകുനാന്ന് അരിഞ്ഞു വെച്ചതാണ് കേട്ടോ. മല്ലിച്ചപ്പും പിന്നെ കരിവേപ്പിലയും കുനുകുനാന്ന് അരിഞ്ഞു വെച്ചതാണ്. അതാരും തെറ്റിദ്ധരിക്കല്ലേ, കരിവേപ്പിലയും മല്ലിച്ചപ്പുമാണ്. അപ്പോൾ ഇനി നമുക്ക് പൊടികളും മസാലയ്ക്ക് വേണ്ടിയുള്ള പൊടികളാണ് ചേർക്കുന്നത്. ആദ്യം മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടിയല്ലേ ഗൈസ്, മഞ്ഞപ്പൊടി, ഗരം മസാലപ്പൊടി, അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ്. ഞാൻ ചെറിയ മിസ്റ്റേക്കുകൾ വരും, നിങ്ങളൊന്ന് സഹിക്കുക. പിന്നെ നമ്മുടെ കായപ്പൊടി ചേർക്കുക. പിന്നെ ഇവിടെ നിന്ന് തന്നെ അവർ ഫൈനായിട്ട് അരച്ച് വെച്ച ഗരം മസാലപ്പൊടി ഉണ്ട്, അത് ചേർക്കുക. പിന്നെ നമ്മുടെ റൈസ് പൊടി അല്ലല്ലോ, അരിപ്പൊടി. ഈ മഞ്ഞപ്പൊടിയുടെ പേരെന്താണ്? കടലമാവ് ഗൈസ്, കടലമാവ്. അപ്പോൾ നമ്മൾ കടലമാവും ചേർത്ത് നല്ല രീതിക്ക് എന്ത് ചെയ്യുക, വീണ്ടും അരിഞ്ഞു കൊടുക്കുക. അപ്പോൾ നമ്മുടെ കുട്ടി ഷെഫ് ഇവിടെ ക്യാരറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആള് ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. നമുക്ക് അവിടെ ഇവിടെ കുക്കിംഗ് ചെയ്യണതിൻ്റെ ഇടയിൽ ഒരു ക്യൂട്ട്നെസ് അവിടെ. അവക്കൊരു മടിയുമില്ല അത് കണ്ടുകൊണ്ടിരിക്കാൻ, ഒന്നുമില്ല. അവൾക്ക് കാണണമെന്നേ ഉള്ളൂ. നല്ല രീതിയിൽ കണ്ടു നമ്മളോട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഇത് നമ്മുടെ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക. നമ്മുടെ വെജിറ്റബിൾ പക്കോട റെഡിയായി ഗൈസ് ഇവിടെ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാവരും ട്രൈ ചെയ്യുക. എന്തായാലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്മുടെ വെജിറ്റബിൾ പക്കോടയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ടും നമ്മുടെ ഹെൽത്തി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഞാനിവിടെയൊക്കെ ഉണ്ട് എന്ന് കാണിക്കുന്ന കുറച്ച് വീഡിയോകളാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്ന് രാവിലെ ഞാൻ അവിടെ പോയപ്പോൾ തൊട്ട് ഞാൻ ഫുൾ ഫുഡ് അടിയായിരുന്നു. എല്ലാം നല്ല ടേസ്റ്റുള്ള ഫുഡുകളായിരുന്നു. അപ്പോൾ നാളെ കാണാം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും
ബൈ ബൈ.